പക്ഷേ വാട്ട് വി ഓൾവേസ് സജസ്റ്റ് ഇസ് എവറി ഡേ, അതായത് ക്യാഷ് ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റും ക്യാഷും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതെ ഓക്കെ, ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സാധാരണ ഗതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം വെച്ചാൽ ട്രാക്ക് ചെയ്യാനാണ്. സാധാരണഗതിയിൽ ഇൻകം ട്രാക്ക് ചെയ്യും എല്ലാവരും, എക്സ്പെൻസും ട്രാക്ക് ചെയ്യും. പക്ഷേ എക്സ്പെൻസ് അധികം പേരും ട്രാക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ആയിട്ടാണ്. പക്ഷേ വാട്ട് വി ഓൾവേസ് സജസ്റ്റ് ഇസ് എവറി ഡേ, അല്ലേ? ഇപ്പോൾ മന്ത്ലി നമ്മൾ പറയും നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള എക്സ്പെൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം വി ഓൾവേസ് സേ ടോപ്പ് 3 എക്സ്പെൻസസ് പെർ ഡേ. നിങ്ങൾക്ക് വരുന്ന ടോപ്പ് 3 എക്സ്പെൻസസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. മേ ബി ഒരു 1-2 months ഓർ 3 months ഇഫ് യു ട്രാക്ക് എവറി ഡേ, ഇന്ന് എൻ്റെ കമ്പനിയിൽ എൻ്റെ ബിസിനസ്സിൽ വന്ന ഏറ്റവും മെജോറിറ്റി ഈ 3 എക്സ്പെൻസാണ്. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളോട് ഈ സാധനം മാത്രമെങ്കിലും എവറി ഡേ അയച്ചു തരാൻ പറയാം. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വന്ന എക്സ്പെൻസ് എന്താണെന്നുള്ളതാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു മന്ത്ലി നമുക്ക് വരുന്ന സാലറി എക്സ്പെൻസ് അല്ലെങ്കിൽ റെൻറ്റ് എക്സ്പെൻസ് എന്നതിനേക്കാൾ കൂടുതൽ പല നമ്മൾ അറിയാത്ത മെജോറിറ്റി എക്സ്പെൻസസും ഉണ്ടാവും. അതുമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു മന്തിൽ എന്നാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്നത്? മന്തിൻ്റെ ബിഗിനിങ് ആണോ, മിഡിലാണോ, എൻഡിലാണോ? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ചിലവാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചൊരു പ്ലാനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക്